بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബനൂ ഇസ്രായേലിന്റെ ചരിത്ര സംഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ സത്യവിശ്വാസികളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദർസിൽ നമ്മളെടുത്ത വചനങ്ങളിൽ ഇസ്രായേലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ കരാറുകളും ആ കരാറുകളോട് അവർ സ്വീകരിച്ച സമീപനവുമാണ് പരാമർശിച്ചിരുന്നത്. പിന്നെ തുടർന്ന് വരുന്ന ആയത്തുകളിൽ ഇൻഷാ അല്ലാഹ് ഇന്നെടുക്കാൻ പോകുന്ന ആയത്തുകൾ 87 മുതൽ 90 വരെയുള്ള വചനങ്ങൾ, അതിൽ ആ പ്രസ്തുത കരാറുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിസ്മൃതമായി പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഏർപ്പെടുത്തിയ ചില സംവിധാനങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. പ്രത്യേകമായും ഈ സംവിധാനങ്ങൾ, ചില കരാറുകൾ കൊടുത്തു, ആ കരാറുകൾ നിലനിൽക്കണമെങ്കിൽ ചില സംവിധാനങ്ങൾ ആവശ്യമാണ്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു എന്നുള്ളത്. അവരിൽ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നിയോഗിച്ചു. മറ്റൊന്ന്, വേദഗ്രന്ഥങ്ങളും അയച്ചു കൊടുത്തു എന്നുള്ളത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത് ബനൂ ഇസ്രായേലിലായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്നു ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. അതുപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങളും അള്ളാഹു അവർക്ക് നൽകിയിരുന്നു. തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകി. അതിനുശേഷം പിന്നീട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സബൂർ നൽകി. പിന്നീട് സയ്യിദുനാ ഈസാ അലൈഹി ഇസ്ലാമിന് ഇൻജീൽ നൽകി. അതുപോലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനും അവതരിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തുദ്ധരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ. തീർച്ചയായും മൂസാക്ക് നാം ഗ്രന്ഥം നൽകി. ഇവിടെ അൽ കിതാബ് എന്ന് പറയുന്നത് തൗറാത്താണ്, അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. മൂസാക്ക് നാം കിതാബ് നൽകി, ഗ്രന്ഥം നൽകി. വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ. അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ ഖഫൈന എന്ന് പറഞ്ഞാൽ ഖഫ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖഫ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പിരടി ഭാഗത്തിനാണ് ഖഫ എന്ന് പറയുന്നത്. തഫ്സീർ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കുന്നത് മുഅഖിറുൽ ഉനുഖ്. അപ്പൊ അത് വെർബായിട്ട് അല്ലെങ്കിൽ ക്രിയ ആയിട്ട് വരുമ്പോൾ ഖഫൈന എന്ന് പറയുമ്പോൾ തുടർച്ചയായി അല്ലെങ്കിൽ പിന്തുടർച്ചയായി വന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷവും അവർ സ്വീകരിച്ച അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത പ്രസ്തുത കരാറുകൾ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തുടർച്ചയായി അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അതെല്ലാവരും മുർസലീങ്ങളായിരുന്നില്ല, അവർ അമ്പിയാക്കൾ ഉണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അമ്പിയ മുർസലീങ്ങൾ രണ്ടും ഒരേ അർത്ഥത്തിൽ ചില ഭാഗത്ത് വരാറുണ്ട്. അപ്പൊ അവിടെ അമ്പിയാക്കന്മാരെയും അള്ളാഹു നിയോഗിച്ചു, നബിമാരെയും നിയോഗിച്ചു, അതുപോലെ തന്നെ റസൂലുകളെയും അള്ളാഹു തആല അവരിലേക്ക് നിയോഗിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആതൈനാ ഈസാ ഇബ്നു മറിയം അൽ ബയ്യിനാത്ത്. അതുപോലെ മറിയമിന്റെ മകനായ ഈസാ അലൈഹിസ്സലാം അല്ലെങ്കിൽ ഈസക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ചെയ്തു. അപ്പൊ ഇവിടെ ധാരാളം പ്രവാചകന്മാരെ അയച്ചു, നിയോഗിച്ചു. അവർക്ക് ശേഷം തുടർച്ചയായി നാം നിയോഗിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പ്രത്യേകമായിട്ട് പരാമർശിക്കുകയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയായിരുന്നു ആര്? ഈസാ നബി അലൈഹി ഇസ്ലാം. പിന്നീട് വന്ന പ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അത് ബനൂ ഇസ്രായേലിലായിരുന്നില്ല, നേരെ ഇസ്മായിലികളിലായിരുന്നു, അറബികളിലായിരുന്നു. പക്ഷെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചോടെ പറയുമ്പോൾ അള്ളാഹു പറയുന്നു, ആതൈനാ ഈസാ ഇബ്നു മറിയം അൽ ബയ്യിനാത്ത്. മറിയമിന്റെ മകനായ ഈസക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ചെയ്തു. അപ്പൊ ഇവിടെ ബയ്യിനാത്ത് എന്ന പദം അത് തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ
എന്നീ അർത്ഥത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഈസാ നബി അലൈഹി ഇസ്ലാമിനായിരുന്നു ഏറ്റവും കൂടുതൽ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നൽകിയത്, ഭൗതികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസാത്തുകൾ. അത് നൽകപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന്റെ ജനനം തന്നെ ഒരു ദൃഷ്ടാന്തമായിരുന്നു. നമുക്കറിയാം പിതാവില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നത് ദൃഷ്ടാന്തപരമായിട്ടായിരിക്കും. കാലാവസാനം അദ്ദേഹം ഇറങ്ങി വരും. അതുപോലെ അദ്ദേഹത്തിന് വേറെയും ചില ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. ഇപ്പൊ അതിൽപ്പെട്ടതാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ നിർജീവമായ വസ്തുക്കൾക്ക് ജീവൻ നൽകുക എന്നുള്ളത്. അപ്രകാരം തന്നെ മാറാവ്യാധികളായിട്ടുള്ള ആളുകൾക്ക് അവരെ രോഗമുക്തരാക്കുക എന്നുള്ളത്. ഇതൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിലൂടെ നൽകിയ ചില മുഅ്ജിസാത്തുകളാണ്. വിശുദ്ധ ഖുർആന്റെ പല സ്ഥലങ്ങളിലും അത് എടുത്തു പറയുന്നുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്നുള്ളത്. അവിടെയൊക്കെ ഇതിനില്ല, അല്ലെങ്കിൽ ഇതിനി എന്റെ അനുവാദപ്രകാരം എന്റെ ഇതിനെ കൊണ്ട് ഇക്കാര്യം ഈസാ നബി അലൈഹി സ്വലാം പ്രകടമാക്കി എന്ന് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ഈ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ഈസാ നബി അലൈഹി സ്വലാം അവരിലേക്ക് വന്നപ്പോൾ ഈ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, മരിച്ച ഒരു വ്യക്തിക്ക് ജീവൻ നൽകുക എന്നുള്ളതും, അതുപോലെ കളിമണ്ണ് കൊണ്ടൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി ആ രൂപങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് അതിനെ മറപ്പിക്കുക എന്നുള്ളതും, അതുപോലെ മാറാവ്യാധികളായിട്ടുള്ള ആളുകൾക്ക്, കുരുടന്മാരും അതുപോലെ തന്നെ അന്ധന്മാരുമായിട്ടുള്ള ആളുകൾക്കൊക്കെ കാഴ്ച നൽകുക, കേൾവി നൽകുക എന്നുള്ളതൊക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ ആയിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം അവരിലേക്ക് വന്നപ്പോൾ ജൂതന്മാരത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ജൂതന്മാർ അതിനെ കേവലം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചെകുത്താൻ സേവയായിട്ട്, അതല്ലെങ്കിൽ ഭൂതപ്രേതത്തിന്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നിങ്ങനെ ആരോപിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളയാൻ, അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയാനാണ് അവർ തുനിഞ്ഞത്. എത്രത്തോളം വെച്ചാൽ അദ്ദേഹത്തിന്റെ ജനനത്തെ പോലും അവർ സംശയിച്ചു മാത്രമല്ല അദ്ദേഹത്തിൽ ആരോപിക്കുകയും ചെയ്തു അദ്ദേഹം ജാരസന്തതിയാണ്. അപ്പൊ ഇത്രയ്ക്കും നികൃഷ്ടമായ സമീപനമായിരുന്നു ജൂതന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ബൈബിളിൽ നമുക്കിത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പുതിയ നിയമത്തിൽ, ഇഞ്ചീൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജൂതന്മാർ അംഗീകരിക്കാത്ത ഭാഗത്തിൽ ഇക്കാര്യം അവരെ സംബന്ധിച്ചുള്ള ആരോപണം വരുന്നുണ്ട്. ഇപ്പൊ മത്തായി സുവിശേഷത്തിലെ 12-ാമത്തെ വചനത്തിൽ, 12-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മത്തായി സുവിശേഷത്തിൽ പറയുകയാണ്, അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവിടെ പരീശന്മാർ എന്ന് പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണ്, അവർ പറഞ്ഞത്, ഇവർ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബുലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം അവരോട് തിരിച്ചു പറഞ്ഞു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബുലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കിടന്നവന്റെ കോപ്പ് കവർന്നു കളയാൻ എങ്ങനെ സാധിക്കും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവർ എനിക്ക് പ്രതികൂലമാകുന്നു. എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ഭൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ഭൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലതും ഫലം നല്ലതും എന്ന് വെപ്പിൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. അപ്പൊ ഈ വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ജൂതന്മാരുടെ ആരോപണം പറയുകയാണ്. അവർ ഈ ഈസാ നബി അലൈഹി ഇസ്ലാം ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് കേവലം ചെകുത്താൻ സേവയാണ്, അതല്ലെങ്കിൽ ഭൂതപ്രേതത്തിന്റെ ഫലമായിട്ടാണ് ഉത്ഭവിക്കുന്നത് എന്നായിരുന്നു ആരോപിച്ചത്. അതിന് ഈസാ നബി അലൈഹി ഇസ്ലാം അവർക്ക് മറുപടി കൊടുത്തത്, ഇത് യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാലാണ്
ഇത് സംഭവിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്. വഅയ്യദ്നാഹു എന്ന് പറഞ്ഞാൽ നാം അദ്ദേഹത്തിന് പിൻബലം നൽകി, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. എന്തുകൊണ്ട് ശക്തിപ്പെടുത്തി? ബിറൂഹിൽ ഖുദുസ്. എന്താ റൂഹിൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ആര്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ശക്തിപ്പെടുത്തി. ഇവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. വിശുദ്ധ ഖുർആനില് ഈ റൂഹൽ ഖുദുസ് എന്ന പദം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് മലക്കുകളുടെ നേതാവായിട്ടുള്ള ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. ഇതാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളുടെയും വീക്ഷണം. ഇതല്ലാത്ത ഒന്ന് രണ്ട് ദുർബലമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്, അത് നമ്മളോട് ഉദ്ധരിക്കുന്നില്ല. അപ്പൊ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുകൊണ്ട് അതിന് തെളിവായിക്കൊണ്ട് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ഹദീസാണ് ഇമാം ബുഖാരിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഅ ലി ഹസ്സാൻ ഇബ്നു സാബിത മിൻബറൻ ഫിൽ മസ്ജിദ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ഒരു മിൻബർ, ഒരു പീഠം പള്ളിയിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ്. നാഥ, ഹസ്സാനെ നീ റൂഹിൽ ഖുദുസിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമേ, അല്ലെങ്കിൽ പിൻബലം നൽകണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. ആരാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്? ഒരു കവിയായിരുന്നു. അപ്പൊ ഇസ്ലാമിലേക്ക് വന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം. ജാഹിലിയ കാലഘട്ടത്തിലും കവിയായിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ്, കവിത ഇസ്ലാമിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മദീനത്തെ പള്ളിക്കകത്ത് ഒരു പീഠം ഉണ്ടാക്കുകയും ഹസ്സാൻ ഇബ്നു സാബിത്ത് പീഠത്തിൽ നിന്നുകൊണ്ട് കവിത പറയാൻ വേണ്ടിയുള്ള അനുവാദം കൊടുത്തു. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ് എന്നാണ്. റൂഹൽ ഖുദുസിനെ കൊണ്ട് അദ്ദേഹത്തിനെ നീ ശക്തിപ്പെടുത്തണമേ. ഇവിടെ റൂഹൽ ഖുദുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആണെന്ന് വേറെ ചില റിവായത്തുകൾ വരുന്നുണ്ട്. കാരണം ഇതന്നെ വ്യത്യസ്ത റിവായത്തുകളിൽ അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബി ജിബ്രീൽ എന്നും വന്നിട്ടുണ്ട്. ഇതൊരു ഹദീസ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ തൊട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റൂഹൽ ഖുദുസ് ഖദ് നഫത ഫീ റൂഇ അന്നഹു ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹാ വഅജ്ലഹാ ഫത്തഖുല്ലാഹ വഅജ്മിലു ഫി ത്വലബ്. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റൂഹൽ ഖുദുസ് എനിക്ക് വെളിപാട് നൽകി. എന്താണ് വെളിപാട് നൽകിയത്? അന്ന റൂഹൽ ഖുദുസ് ഖദ് നഫത ഫീ റൂഇ അന്നഹു ലൻ തമൂത നഫ്സുൻ, ഒരാത്മാവും ഇവിടെ മരണപ്പെടുന്നില്ല. ഹത്താ തസ്തക്മില റിസ്ഖഹാ വഅജ്ലഹാ, ആത്മാവിന്റെ പ്രായവും വയസ്സും ആയുസ്സും അതുപോലെ തന്നെ റിസ്കും ഭക്ഷണവും പൂർത്തീകരിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. വഅജ്മിലു ഫി ത്വലബ്, നിങ്ങൾ പ്രയത്നത്തിൽ വ്യഗ്രത കാണിക്കരുത്, മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയുസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്കൊക്കെ എഴുതപ്പെട്ടതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് നേടിയെടുക്കാം. പക്ഷെ അതിലെന്ത് പാടില്ല? ഒരു വ്യഗ്രത പാടില്ല, അത്യാഗ്രഹം പാടില്ല. ഇങ്ങനെ ചില ആൾക്കാരാണ് സത്ത് മരിച്ചുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്. അത് വേണ്ട. എന്തുകൊണ്ട്? ഊണം ഉറക്കൊന്നുമില്ലാതെ ആ രീതിയിൽ വേണ്ട. കാരണം അത് എഴുതപ്പെട്ടൊരു കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി, അസ്ബാബുകൾ ചെയ്താൽ മതി. അപ്പോ അജ്മിലു ഫി ത്വലബ്, അജ്മിൽ എന്ന് പറഞ്ഞാൽ മിതത്വം പാലിക്കുക. ഇജ്മാൽ എന്ന പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ത്വലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയത്നം, നിങ്ങളുടെ അന്വേഷണത്തിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിലും പറയുന്നത് ഇന്ന റൂഹൽ ഖുദുസി ഖദ് നഫത ഫീ റൂഇ എന്നാണ്. എനിക്ക് വെളിപാട് നൽകി. ആര് വെളിപാട് നൽകി? റൂഹൽ ഖുദുസ്. പ്രവാചക സുഭാഷങ്ങൾക്ക് വെളിപാട് കൊടുക്കുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അപ്പൊ ഇമാം ഇബ്നു കസീർ ഈ ഹദീസുകളോട് ഉദ്ധരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ റൂഹൽ ഖുദുസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, മുഫസ്സിറുകളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അവരുടെ വീക്ഷണങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള വീക്ഷണം അതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികൾ അത് ഭൂതപ്രേത പിശാചുകളുടെ സേവയായിട്ടാണ് അവർ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അപ്പൊ കുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും ഇസ്തക്ബർതും, നിങ്ങളുടെ സ്വേച്ഛകൾക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി വല്ല ദൈവദൂതനും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ ഇസ്തക്ബർതും, നിങ്ങൾ അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഗർവ് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് അവരുടെ എന്തുകൊണ്ടാണ് അവർ ഈ പ്രവാചകന്മാരെയൊക്കെ തള്ളാൻ കാരണം അവരുടെ ഹവയാണ്. കുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വ അൻഫുസുകും,
അവരുടെ നെഫ്സിന്റെ ഹവയോട് യോജിക്കാത്ത പ്രവാചകനാണ് അവരിലേക്ക് വന്നതെങ്കിൽ, ഇവിടെ ഹവ എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ഛ, ദേഹേച്ഛക്കാണ് ഹവ എന്ന് പറയുന്നത്. അപ്പോ അവരുടെ ഇച്ഛകൾക്കൊക്കെ യോജിക്കാത്ത ഒരു പ്രവാചകനാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടതെങ്കിൽ അവർ ആ പ്രവാചകനെ തള്ളിക്കളയുന്നു. അള്ളാഹു പറയുന്നു ഫരീഖൻ കദ്ദബതും വഫരീഖൻ തഖ്തുലൂൻ. ചില ദൂതന്മാരെ നിങ്ങൾ തള്ളിക്കളയുകയും മറ്റു ചിലരെ നിങ്ങൾ വധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുപോലെയായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം. അവരുടെ ഹവക്ക് യോജിക്കാത്ത ഒരു പ്രവാചകനായിട്ടാണ് അവരുടെ ഇടയ്ക്ക് ഈസാ നബി അലൈഹി ഇസ്ലാം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അവരുടെ ഹവക്ക് യോജിക്കുന്ന രീതിയിലാണെങ്കിൽ അവർ അംഗീകരിക്കും, ഇല്ലെങ്കിലും അവർ തള്ളും. അത് മാത്രമല്ല, അവരെ കൊന്നുകളയാനും അവർ തയ്യാറാവും. ധാരാളം പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ ചരിത്രവും ബനു ഇസ്രായേലിനുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ പോലും കൊല്ലാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദുഷിച്ച പാരമ്പര്യം അതാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളി പറയുന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഈ ഭൗതിക പ്രമത്തതയും ഈ അഹന്തയും തന്നെയാണ് ആ പ്രവാചകനെയും തള്ളി പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അവരുടെ ന്യായം പറയുകയാണ്. അവർക്കുണ്ടാവുന്ന ന്യായം ഈ പ്രവാചകന്മാരെ തള്ളി പറയാനുള്ള. അള്ളാഹു പറയുന്നു ഖാലു ഖുലൂബുനാ ഗുൽഫുൻ. അവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്താണ്? ഗുൽഫാണ്. ഗുൽഫ് എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുകയാണ്. ഇത് അറബിയിൽ ഗിലാഫ് എന്ന് പറയും. ഒരു പുസ്തകത്തിന്റെ ചട്ടക്ക് ഗിലാഫ് എന്ന് പറയും. അതുപോലെ തന്നെ മൂടിക്ക് ഗിലാഫ് എന്ന് പറയും. അപ്പൊ വാക്കിന്റെ ഭാഷാർത്ഥം അതാണ്, മൂടി അല്ലെങ്കിൽ ചട്ട എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് ഹൃദയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് ഈ അർത്ഥത്തിൽ, ഒന്ന് അടഞ്ഞത് അല്ലെങ്കിൽ മൂടിയിട്ടത് എന്നത്, മറ്റൊന്ന് ഉറച്ചത് അല്ലെങ്കിൽ ഭദ്രമായത്. ഒരു കാര്യം മൂടിയിട്ട് കഴിഞ്ഞാൽ എന്തായി തീരും? അത് ഭദ്രമായി തീരും. അപ്പൊ ഈ രണ്ട് അർത്ഥങ്ങളിലും ഈ വാക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന് രണ്ട് തഫ്സീറുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് തഫ്സീറുകളും പരസ്പര വൈരുദ്ധ്യമല്ല, വൈവിധ്യമാർന്ന തഫ്സീറുകളാണ്. നമ്മൾ പറഞ്ഞ തഫ്സീറുകൾക്കിടയിൽ ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇഖ്തിലാഫു തനവ്വുഅ് എന്നാണ് പറയാറുള്ളത്. അതല്ലാതെ ഇഖ്തിലാഫു തവാദ് അല്ല. അപ്പൊ ഇതിൽ ഒന്നാമത്തെ വീക്ഷണം പറയുന്നത്, രണ്ട് വ്യാഖ്യാനങ്ങളും ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം അടഞ്ഞത് അല്ലെങ്കിൽ മൂടിയിട്ടത് എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു മുടന്തൻ ന്യായമായിട്ടാണ് ഇത് പറഞ്ഞത്. എന്ത്? ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെ മൂടി വീണിരിക്കണം, അടഞ്ഞു കിടക്കുകയാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ കാരണവന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് ഇങ്ങനെ ജീവിക്കാനേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. അതല്ല നിങ്ങൾ ഈ പറയുന്ന അധിക പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതിനുള്ള കഴിവില്ല. കാരണം അതിന് മൂടി വീണിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തുടരാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന പുത്തനാശയങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉൽഫ് വന്നിരിക്കുകയാണ്, മൂടി വീണിരിക്കുകയാണ്. ഇതാണ് അവരുടെ വാദം. ഇതാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായ പ്രകാരം ഇമാം ഇബ്നു കസീർ തന്നെ മുജാഹിദിനെ തൊട്ടും ഖതാദയെ തൊട്ടും ഉദ്ധരിക്കുകയാണ്, ഐ ഖുലൂബുന ഔഇയതു കുല്ലു ഇൽമിൻ ഫലാ നഹ്താജു ഇലാ ഇൽമിക്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയം വിജ്ഞാനത്തിന്റെയും വിശ്വാസങ്ങളുടെയും ബോധനങ്ങളുടെയൊക്കെ നിറകുടങ്ങളാണ്. അപ്പൊ അതിലൊക്കെ നല്ല അറിവും ആദർശവും വിജ്ഞാനമൊക്കെ ആയിട്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇനി അതിലേക്കൊരു അറിവ് കിടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരാ മക്കള്? ഞങ്ങൾ ബനു ഇസ്രായേലാണ്. ഞങ്ങള് അമ്പിയാക്കന്മാരുടെ മക്കളാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളാണ്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകളൊന്നും വന്നിട്ട് ഈ പ്രസംഗങ്ങളും ഈ ദൗത്യങ്ങളും അല്ലെങ്കിൽ ഇതൊന്നും ദഅവത്തും നൽകേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങളുടെ ഹൃദയമൊക്കെ ഈമാൻ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് ഭദ്രം എന്ന അർത്ഥത്തിൽ വരുന്നത്. അപ്പൊ അത് ഭദ്രമാണ്. ഇനി അതിലേക്ക് തുള്ളി വിജ്ഞാനമോ ഈമാനോ പ്രവേശിക്കില്ല, അതിൽ നിന്നും ഒന്നും പുറത്തും വരില്ല. അത്രമാത്രം ഭദ്രമാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ. ഈ അർത്ഥത്തിലും അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനത്തിന്റെയും ഫലം ഒന്നാണ്, അവരതിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇഖ്തിലാഫു തനവ്വുഅ് എന്ന് പറഞ്ഞത്. ഇഖ്തിലാഫു തവാദ് അല്ല, പരസ്പര വൈരുദ്ധ്യമല്ല, നേരെ മറിച്ച് പരസ്പരം വൈവിധ്യമായിരുന്ന ഇഖ്തിലാഫുകളാണ്, അഭിപ്രായ ഭിന്നതകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം. അവരുടെ ന്യായം എന്തായിക്കൊള്ളട്ടെ, അവർ അങ്ങേയറ്റം അഭിശപ്തമായി പോയിരിക്കുകയാണ്. ബൽ ലഅനഹുമുല്ലാ, എന്നാൽ അവരുടെ നിഷേധം കാരണം, അവരുടെ കുഫ്ർ കാരണമായിട്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്.
അപ്പൊ അവർ ശാപത്തിന് പാത്രമായിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? അവരിലേക്ക് പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പ്രവാചകന്മാരും ദൗത്യങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും വന്നിട്ടും അവർ ഈ രീതിയിലുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ തള്ളുന്നത് കാരണം അവർ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഫഖലീലൻ മാ യുഅ്മിനൂൻ, ഫഖലീലൻ മാ യുഅ്മിനൂൻ, അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ഇവിടെ ഈ പറഞ്ഞ ഖലീലൻ മാ യുഅ്മിനൂൻ എന്നുള്ളതിനും രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. രണ്ടും ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന് റാസിയെ തൊട്ട് ഉദ്ധരിക്കുന്നതാണ്. അതായത് ഖലീലുൻ മൻ യുഅ്മിനു മിൻഹും, ഖലീലൻ മാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഖലീലുൻ മൻ യുഅ്മിനു മിൻഹും, അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ ഇസ്ലാമിലേക്ക് വരുന്നുള്ളൂ, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്നുള്ളൂ, യഥാർത്ഥ വിശ്വാസത്തിലേക്ക്. ജൂതന്മാരുടെ ചരിത്രം എടുത്തു നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള ഏതൊരു സമൂഹത്തെയും പോലെയും ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർ വളരെ കുറവാണ്. വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ജൂതരിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ള കമ്മ്യൂണിറ്റികൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളാവട്ടെ അല്ലെങ്കിൽ ഹിന്ദുക്കളാവട്ടെ അവരൊക്കെ അല്ലെങ്കിൽ ബൗദ്ധൈവ വിശ്വാസികളാവട്ടെ അവരൊക്കെ ധാരാളം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാണാൻ സാധിക്കും. ജൂതന്മാരങ്ങനെ വരില്ല. കാരണം എന്താ? അവര് മനഃപൂർവ്വം സത്യം നിഷേധിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖലീലുൻ മാ യുഅ്മിനൂൻ ഫഖലീലൻ മാ യുഅ്മിനു മിൻഹും. മറ്റൊരു വ്യാഖ്യാനം ഖലീലുൻ മാ യുഅ്മിനു എന്നുള്ളത് ഖത്താദയെ തൊട്ട് ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ് ഖലീലുൻ ഈമാനുഹും, അതുകൊണ്ട് തന്നെ അവരുടെ ഈമാൻ വളരെ തുച്ഛമാണ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് ഈമാനുള്ളൂ. വളരെയധികം കാര്യങ്ങളിലെ ഈമാൻ അവര് നിഷേധിക്കുകയാണ്. അപ്പോൾ ഈമാൻ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ഈമാൻ അവർക്ക് ഉണ്ടായിരിക്കും, പ്രവാചകന്മാരെ സംബന്ധിച്ച് മൊത്തത്തിലുണ്ടായിരിക്കും. പക്ഷെ ധാരാളം ഈമാൻ അവിശ്വസിച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും അദ്ദേഹത്തിലേക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും ഇഞ്ചീലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ, ഇങ്ങനെ ധാരാളം ഈമാന്റെ ഭാഗങ്ങൾ അവർ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ടർത്ഥത്തിൽ ഈ ഖലീലൻ മാ യുഅ്മിനൂൻ എന്ന പദം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഖലീലുൻ മാ യുഅ്മിനു മിൻഹും എന്നും മറ്റൊന്ന് ഖലീലുൻ ഈമാനുഹും. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ് വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും. അങ്ങനെ ഇത് അവരുടെ പ്രശ്നമായിരുന്നു. അവരിലേക്ക് ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ അഥവാ അതിലെ അന്ത്യപ്രവാചകനായിട്ടുള്ള അവസാനത്തെ പ്രവാചകനായിട്ടുള്ള ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അവർ വെച്ച് പുലർത്തിയ സമീപനമായിരുന്നു കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. പിന്നീട് അല്ലാഹു പറയാണ് വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും. അങ്ങനെ അവരുടെ വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം. ഇവിടെ ഈ പറയുന്ന ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ് പറയുന്നത്. അവരുടെ വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരുടെ സമീപനം എന്തായിരുന്നു? മുൻ പ്രവാചകന്മാരോട് സ്വീകരിച്ച നിലപാടിന്റെ തുടർച്ച തന്നെയാണ് അന്ത്യപ്രവാചകനോടും അവർ സ്വീകരിക്കുന്നത്. അതാണ് അല്ലാഹു തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത് അവരുടെ ദുഷിച്ച പാരമ്പര്യമാണ്. അവർക്ക് അവരുടെ തന്നെ പ്രവാചകന്മാർ, ബനൂ ഇസ്രായേൽ തന്നെ പെട്ട ചില പ്രവാചകന്മാരെ അവർ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവരിലേക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ തുടർച്ചയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? അവരുടെ വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം എന്നാണ്. വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും. മുസദ്ദിഖുൻ ലിമാ മഅഹും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയുള്ളതിനെ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന, അതാണ് മുസദ്ദിഖ് എന്ന പദം സൂചിപ്പിക്കുന്നത്. സിദ്ഖ് ചെയ്യുന്ന എന്നർത്ഥം, ശരിവെക്കുന്ന അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്ന. അപ്പൊ ഇവിടെ ഏത് വേദപ്രമാണത്തെയാണ് ശരിവെക്കുന്നത്? യഥാർത്ഥത്തിൽ നമുക്കറിയാം അവരുടെ ഗ്രന്ഥത്തിലെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ ശരിവെക്കുന്നില്ല. കാരണം ധാരാളം കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ മാറ്റിമറിക്കൽ നടന്നാലും കൈകടത്തലുകൾ നടന്നാലും ചില വചനങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അവരുടെ ഗ്രന്ഥത്തെ ശരിവെക്കുന്ന എന്ന് പറഞ്ഞാൽ ആ വേദപ്രമാണം ഏതാണെന്ന് വെച്ചാൽ ആ അന്ത്യപ്രവാചകന്റെ ആഗമനത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണ്. അപ്പൊ അന്ത്യപ്രവാചകന്റെ ആഗമനത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ എന്തിനുണ്ട്? പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ വചനങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതൊരു പുത്തൻ ആശയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അന്ത്യപ്രവാചകൻ വരിക എന്നുള്ളതും വിശുദ്ധ ഖുർആൻ അവതീർണമാവുക എന്നൊക്കെ പറയുന്നത് ഒരു പുതിയൊരു ആശയമല്ല. യഥാർത്ഥത്തിൽ അവരുടെ തന്നെ ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതിപ്പോ പഴയ നിയമത്തില് ആവർത്തന പുസ്തകത്തില് 18-ാമത്തെ അധ്യായത്തിൽ ഈ പരാമർശങ്ങൾ നമ്മൾ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ പറയുകയാണ്, ഇതിലെ 18-ാമത്തെ അധ്യായത്തിൽ 15 അതുപോലെ തന്നെ 18 വചനങ്ങൾ. 15-ാമത്തെ വചനത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം.
അത് കഴിഞ്ഞ് പിന്നെ 18-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും, ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നത് നിന്നെ പോലെ ഒരു പ്രവാചകൻ എന്നാണ്. നമുക്കറിയാം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും സാദൃശ്യമുള്ള പ്രവാചകൻ ആരായിരുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അന്ത്യപ്രവാചകനായിരുന്നു. സാധാരണ ജനനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള മരണമാണ് രണ്ടുപേർക്കും സംഭവിച്ചിട്ടുള്ളത്. രണ്ടുപേരും ഹിജ്റ ചെയ്തിട്ടുണ്ട്, പാലായനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം സമാനതകൾ നമുക്ക് രണ്ടുപേരിലും കാണാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഒരു നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്നാണ് രണ്ട് വചനങ്ങളിലും പറയുന്നത്. ഇവിടെ നമുക്കറിയാം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാരിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് പരമ്പര എവിടെ നിന്ന് അവസാനിക്കുന്നത്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലും യാക്കൂബിന്റെ പിതാവ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിലാണ്. ഇസ്ഹാഖ് എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരനാണ്. അങ്ങനെ ഇസ്മായിലികളിലാണ് ആര് വരുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അപ്പൊ ഇസ്മായിലികളുടെ അറബികളും ഇസ്ഹാഖിന്റെ സന്താന പരമ്പരായിട്ടുള്ള ആളുകൾ ഇസ്മായിലികളുമായിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. അവർ പരസ്പരന്മാരാണ്, സഹോദരന്മാരാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കളാണ്. അപ്പൊ ആ പദപ്രയോഗം തന്നെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴുള്ള പഴയ നിയമത്തിലും അതേ പദപ്രയോഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല അതാണ് ഇവിടെ പറയുന്നത്, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ, മാത്രമല്ല എന്ത്, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരെ വിജയം നേടിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, ഇവിടെ കഫറു എന്ന് പറഞ്ഞാൽ ആരാ? സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ, വിഗ്രഹാരാധകരായിട്ടുള്ള ആളുകൾ, മദീനയിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെ ഒരു വീമ്പിളക്കാറുണ്ടായിരുന്നു. ആര്? ജൂതന്മാര്. ഒരു പ്രവാചകൻ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വരുമെന്ന്, ആ പ്രവാചകനായിട്ടും വരട്ടെ, നിങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് നിങ്ങൾ തൂഫാനാക്കും, ഞങ്ങൾ ആ പ്രവാചകന്റെ കീഴിൽ നിരന്നുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടുന്ന് ആട്ടി ഓടിക്കും എന്നിങ്ങനെ വീമ്പിളക്കാറുണ്ടായിരുന്നു. കാരണം അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ജൂതന്മാരും അറബികളും. അപ്പൊ അറബികളുടെ ഔസ് ഖസ്റജ് ആയിരുന്നു. അവരും ഈ ജൂതഗോത്രങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. അതിനാണ് ഇവിടെ അല്ലാഹു യസ്തഫ്തിഹൂന എന്ന് പറഞ്ഞത്. യസ്തഫ്തിഹൂന എന്ന് പറഞ്ഞാൽ എന്താ? വിജയം അർത്ഥിക്കുക, വിജയം അവകാശപ്പെടുക, അതല്ലെങ്കിൽ വീമ്പിളക്കുക. ഈ അർത്ഥത്തിലൊക്കെ യസ്തഫ്തിഹൂന എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പൊ ഇതവർ മദീനയിൽ വെച്ച് അവർ പറഞ്ഞിരുന്നു. ജൂതന്മാര് അവിടുത്തെ അറബികളോട് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വചനങ്ങളുടെ കാര്യത്തിൽ അവർക്ക് വിസ്മൃതി ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അവ്യക്തത ഉണ്ടായതുകൊണ്ടോ ഒന്നല്ല അവർ വിശ്വസിക്കാതിരുന്നത്. കാരണം ഇവരത് പറഞ്ഞിരുന്ന കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, ഇബ്നു അബ്ബാസിനെ തൊട്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അന്ന യഹൂദൻ കാനു യസ്തഫ്തിഹൂന അലൽ ഔസി വൽ ഖസ്റജ് ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മബ്അസിഹി, ജൂതന്മാര് ഔസിന്റെയും ഖസ്റജിന്റെയും അടുത്ത് പോയി കൊണ്ട് വീമ്പിളക്കാറുണ്ടായിരുന്നു. എന്ത്? ഒരു പ്രവാചകൻ ആഗമനം അല്ലെങ്കിൽ വരുമെന്നും ആ പ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന്. ഖബ്ല മബ്അസിഹി, ആ പ്രവാചകൻ വരുന്നതിന് മുമ്പായിട്ട്, ആഗമനത്തിന് മുമ്പായിട്ട്. ഫലമ്മ ബഅസഹു അല്ലാഹു മിനൽ അറബ് കഫറു ബിഹി, അങ്ങനെ ആ പ്രവാചകൻ അറബികളിൽ നിന്ന് ആ പ്രവാചകൻ വന്നപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. കഫറു ബിഹി വജഹദു മാ കാനു യഖൂലൂന ഫീഹി, അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അവർ വിഴുങ്ങിക്കളഞ്ഞു, അവർ നിഷേധിച്ചു കളഞ്ഞു. ഫഖാല ലഹു മുആദ് ബിൻ ജബൽ വബിശ്ർ ബിൻ ബിറാ വദാവൂദ് ബിൻ സലമ, അപ്പൊ അൻസാരികളിൽപ്പെട്ട ചില സഹാബാക്കൾ, മുആദ് ബിൻ ജബലിനെ പോലെ, ബിശ്ർ ബിൻ ബിറാനെ പോലെ, ദാവൂദ് ബിൻ സലമയെ പോലുള്ള അൻസാരികളായിട്ടുള്ള സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ മദീനക്കാരായിട്ടുള്ള ഔസ് ഖസ്റജിൽപ്പെട്ട ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അവര് ഈ ജൂതന്മാരുടെ അടുത്ത് പോയിക്കൊണ്ട് പറഞ്ഞു, യാ മാഷറ യഹൂദ്, ജൂതന്മാര്, ഇത്തഖുല്ലാഹ വസ്ലിമു, നിങ്ങൾ പടച്ചവനെ ഭയപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് മുസ്ലിം ആയിക്കൂടെ? ഫഖദ് കുൻതും തസ്തഫ്തിഹൂന അലൈനാ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു അഹ്ലു ശിർക്കിൻ, ഞങ്ങൾ ഷിർക്കിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വീഴ്പിളക്കാറുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരു പ്രവാചകൻ വരും, അങ്ങനെ വന്നിട്ട് ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് നിങ്ങളൊക്കെ തോൽപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഒരു പ്രവാചകൻ ആഗമനം ചെയ്യും, എന്നിട്ട് അതിന്റെ സിഫത്തുകൾ അടക്കം നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അവരിലെ സലാം ഇബ്നു മിഷ്കം എന്ന് പറയുന്ന ഒരു ജൂതൻ എഴുന്നേറ്റ് നിന്നിട്ട് മറുപടി കൊടുക്കുമായിരുന്നു, ബനൂ നദീറിൽപ്പെട്ട, മാ ജാഅനാ ബിശൈഇൻ നഅരിഫുഹു, ഞങ്ങൾക്ക് അറിയുന്ന ഒരു മനുഷ്യനല്ല ഈ വന്നിരിക്കുന്നത്, വമാ ഹുവല്ലദീ കുന്നാ നുദക്കിറു ലക്കും,
ഈ ഒരു മനുഷ്യനെ കുറിച്ചല്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്നിങ്ങനെ അവരോട് മറുപടി പറയുമായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ അഥവാ ജൂതന്മാരുടെ ഈ വീമ്പടക്കലായിരുന്നു യഥാർത്ഥത്തിൽ മദീനയിലുണ്ടായിരുന്ന അറബി ഗോത്രങ്ങളെ പ്രവാചകനിലേക്ക് ആകർഷിച്ചിരുന്നു. നമുക്കറിയാം, വരാനിരിക്കുന്ന ഒരു പ്രവാചകരുടെ ലക്ഷണങ്ങളുമായി ജൂതന്മാർ പറയുന്ന സംഗതികൾ അദ്ദേഹത്തിൽ ഇണങ്ങി എന്നത് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ മക്കയിലേക്ക് പോയപ്പോൾ പ്രവാചകനെ അവിടെ അഖബയിൽ വെച്ച് കാണുകയും അങ്ങനെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും അതുപോലെ തന്നെ പിൻബലവും നൽകാമെന്നൊരു വാക്ക് നൽകിയത്. അപ്പോൾ എത്രത്തോളം വെച്ചാൽ മക്കാരുടെ എതിർപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവിധ സഹായ വാഗ്ദാനങ്ങളും നൽകിയത് അതിന് പല കാരണങ്ങളിൽ ഒരു കാരണം ഇതായിരുന്നു. കാരണം അവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാട് മുന്നേ ജൂതന്മാർ കൊടുത്തിരുന്നു. പക്ഷെ ഇവിടെ ജൂതന്മാരുടെ വിചിത്രമായിട്ടുള്ള ദൗർഭാഗ്യം എന്ന് പറയട്ടെ, തങ്ങളുടെ വേദം പ്രവചിച്ചിട്ടുള്ളതും വളരെ കാലമായി തങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ പ്രവാചകൻ ആഗതനായപ്പോൾ അവർ സ്വീകരിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ തയ്യാറായില്ല, മറിച്ച് അവർ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി. അവർക്ക് സുപരിചിതനായ ആ സംഗതി, ആ പ്രവാചകൻ അല്ലെങ്കിൽ സന്ദേശം അവരിലേക്ക് വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. അവിടെ അള്ളാഹു പറയുന്ന ആ നിഷേധികൾക്ക് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശാപം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അവർക്ക് സുപരിചിതനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ബിഹി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രവാചകനാവാം, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനാവാം. ഇത് അവർക്ക് പരിചയമുള്ളതായിരുന്നു. അങ്ങനെ പരിചയമുള്ള സുപരിചിതമായിട്ടുള്ള പ്രവാചകൻ അദ്ദേഹത്തിലേക്ക് വന്നപ്പോൾ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് നിഷേധിച്ചതിന്റെ പേരിൽ പടച്ച തമ്പുരാന്റെ ശാപം അവർക്ക് ഏൽക്കേണ്ടി വന്നു. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത് അവരെ അവിശ്വസിക്കാൻ അല്ലെങ്കിൽ തള്ളിപ്പറയാൻ പ്രേരിപ്പിച്ച ഘടകം അതെന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ്. ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഇത്രമാത്രം തെളിഞ്ഞു കിടക്കുന്ന ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും അവർ അദ്ദേഹത്തെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവാചകൻ ആഗതനായപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അവർ തള്ളിയത്? അതിന്റെ കാരണമായിട്ട് അള്ളാഹുവിന്റെ ഒറ്റ വാക്കിൽ പറയുന്നത് അത് ബഗിയായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ബിഇസ മശ്തറൂ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹു ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാ. എന്താണ് ബഗി എന്ന് പറഞ്ഞാൽ? ബഗി എന്ന് പറഞ്ഞാൽ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ഈർഷ്യ, അതിന് ബഗി എന്ന് പറയും. അതുപോലെ കുനിഷ്ട്, അസൂയ, പക, ധിക്കാരം, ദുരഭിമാനം, വിദ്വേഷം, അഹന്ത, അതുപോലെ പരജന വിരോധം. ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ബഗി എന്ന വാക്ക്. അപ്പോ ഈ വാഗ്ദത്ത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ വേദപ്രമാണങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിൽ കാണാത്തത് കൊണ്ടോ ഒന്നുമല്ല അവർ വിശ്വസിക്കാതിരുന്നത്. നേരെ മറിച്ച് അവർ വിശ്വസിക്കാതിരിക്കാനുള്ള അടിസ്ഥാന കാരണം അറബികളോടുള്ള ഈർഷ്യാണ്, അറബികളോടുള്ള കുനിഷ്ടാണ്. ആ വന്നുപോയ പ്രവാചകൻ അറബികളിൽ പെട്ടുപോയി എന്നത് മാത്രമായിരുന്നു അവരെ നിഷേധിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. അപ്പൊ അവര് ബനു ഇസ്രായേലിൽ അല്ലെങ്കിൽ ഇസ്രായേലികളായിട്ടുള്ള ആളുകൾ, അവരാണ് ദൈവത്തിന്റെ സ്വന്തക്കാര്. അപ്പൊ അവര് ദൈവത്തിന്റെ ഉറ്റവന്മാരാണ്, ഉടയന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിലാണ് പ്രവാചകൻ വരേണ്ടത് എന്നതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ദേശീയ, വംശീയ, വർഗീയ വികാരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകനെ തള്ളിപ്പറയാൻ പ്രേരിപ്പിച്ച ഘടകം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആയത്ത് തുടങ്ങുന്നത് തന്നെ ബിഇസ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ബിഇസ എന്ന് പറഞ്ഞാൽ? വളരെ ചീത്ത, വളരെ മോശം, വഷളത്തരം എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അല്ലാഹു പറയുന്നു ബിഇസ മശ്തറൂ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹു ബഗിയൻ. അവരുടെ ആത്മാക്കളെ വിറ്റുകൊണ്ടവർ വാങ്ങിയ വില അങ്ങേയറ്റം മോശമായി പോയി. ഇവിടെ അവർ ആത്മാക്കളെ വിറ്റുകൊണ്ട്, ആത്മാക്കളെ ബിഇസ മശ്തറൂ ബിഹി അൻഫുസഹും. ഇവിടെ ഇഷ്തറ എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നും വാങ്ങുക എന്ന അർത്ഥമുണ്ട്. എന്നുവെച്ചാൽ രണ്ട് അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളിൽപ്പെട്ടൊരു വാക്കാണ് ഇഷ്തറ എന്ന വാക്ക്. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്ന അർത്ഥമുണ്ട്, അതുപോലെ വിറ്റു എന്ന അർത്ഥമുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കാര്യം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ വിൽക്കുന്നുണ്ട്.
ഒന്നും വിൽക്കാതെ നമുക്കൊന്നും വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിൽപ്പന നടക്കുമ്പോഴാണ് വാങ്ങൽ നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് ബാങ്ക് നോട്ടുകളാണ്, നമ്മൾ നോട്ട് കൊടുത്തിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് കൂടുതൽ പ്രസക്തമായിരുന്നു, കാരണം സാധനങ്ങളായത് കൈമാറിയായിരുന്നു. വേറെ സാധനം ആൾക്ക് കൊടുക്കുന്നു, അതിന് പകരം ഞാൻ വേറെ സാധനം വേണമെങ്കിൽ തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പോൾ വാങ്ങലും വിൽക്കലും നടക്കുമ്പോൾ അവിടെ വാങ്ങൽ നടക്കുമ്പോൾ അവിടെ വിൽപ്പനയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്തറ എന്നുള്ള വാക്ക് വാങ്ങുക എന്ന അർത്ഥത്തിലും വിൽക്കുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് ബിഹി അൻഫുസഹും, അവരുടെ ആത്മാക്കളെ വിറ്റുകൊണ്ട് അവർ വാങ്ങിയത്. എന്താണ് അവർ വാങ്ങിയത്? കുഫ്റാണ്, സത്യനിഷേധമാണ്. എന്താ ആത്മാക്കളെ വിൽക്കുക എന്ന് പറഞ്ഞാൽ? കാരണം അവരുടെ ആത്മാവിൽ ഉറച്ചൊരു കാര്യമാണ്, സത്യമാണെന്നുള്ളത്. അപ്പൊ അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലാണെങ്കിൽ മനസ്സാക്ഷിയാണ് അവർ വിൽക്കുന്നത്. ആ മനസ്സാക്ഷിയെ വിറ്റുകൊണ്ടാണ് അവർ ഈ കുഫ്ർ വാങ്ങിക്കുന്നത്, ഈ സത്യനിഷേധം വാങ്ങിക്കുന്നത്. അത് അങ്ങേയറ്റത്തെ മോശമായി പോയി. ബിഹി അൻഫുസഹും അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹു അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹു ബഗിയൻ. ആ ബഗി കാരണമായിക്കൊണ്ട് അതിന് പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ബഗി ആയിരുന്നു, അഥവാ ഈർഷ്യായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തന്റെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിനോടുള്ള ഈർഷ്യ നിമിത്തം. ഇവിടെ അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ താൻ ഇറക്കി കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം, അവന്റെ അനുഗ്രഹം. ഇവിടെ ഫضൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നുബുവത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ പെട്ടതാണ് നുബുവത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് അവൻ ഇച്ഛിക്കുന്നവർക്ക്, അവന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആരാണോ അവർക്കാണ് അത് ഇറക്കി കൊടുക്കുന്നത്, അവർക്കാണ് നൽകുന്നത്. അതിന്റെ പേരിൽ ഇവർ ഈർഷ്യപ്പെടേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ അസൂയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന അള്ളാഹുവിന്റെ പരമാധികാരത്തെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യത്തെയും എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യത്തെയും അള്ളാഹുവിന്റെ പരമാധികാരത്തെയും പരിമിതപ്പെടുത്താൻ ഇവരാരാണ്? ഇവർ കേവലം മനുഷ്യരാണ്, ഇവർ ടോട്ടലി ഇൻസിഗ്നിഫിക്കന്റ് ആണ്. മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെയാണ് പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ നിയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുലത്തിൽ തന്നെ പാടുള്ളൂ, ബനൂ ഇസ്രായേൽ തന്നെ പാടുള്ളൂ എന്ന് അവർ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ ആരാണെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ പടച്ചതമ്പുരാൻ ചോദിക്കുന്നതാണ് എന്ത്? അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തന്റെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിനുള്ള ഈർഷ്യ നിമിത്തം അവർ ആ പ്രവാചകനെ തള്ളി പറയുന്നു. അപ്പോൾ സ്വന്തം വംശീയ ദുരഭിമാനമായിരുന്നു യഥാർത്ഥത്തിൽ അവരെ തള്ളിക്കളയാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ വാക്കവിടെ അവസാനിപ്പിക്കുന്നത് അങ്ങനെ അവർ കോപത്തിന് മേൽ കോപത്തിന് പാത്രമായി തീർന്നു. ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അങ്ങേയറ്റത്തെ കോപത്തിന് പാത്രമായി തീർന്നു. ഒരു കോപം എന്തിന്റെ പേരിലാണ്? തൗറാത്ത് വഴി അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ലംഘിച്ചു എന്നതിന്റെ പേരിലുള്ള കോപം. മറ്റൊരു കോപം തൗറാത്തിലൂടെ പ്രവചിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിക്കളഞ്ഞു എന്നതിന്റെ പേരിൽ. അപ്പൊ ഇങ്ങനെയുള്ള കോപത്തിന് കോപം അവരിൽ പതിച്ചിരിക്കുകയാണ്, അതിനൊരു പാത്രമായിരിക്കുകയാണ്. ആ രീതിയിൽ അവർ മടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെയൊക്കെ ഉന്നതരായിട്ടുള്ള സന്താനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെയൊക്കെ ആളുകളായിട്ടുള്ള ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഉന്നത സംസ്കാരവും മറ്റൊക്കെ ഉണ്ടായിരുന്ന വിഭാഗം, അവർ യഥാർത്ഥത്തിൽ ലോകത്തിന് ഉന്നത സ്ഥാനങ്ങളും നേതൃത്വ സ്ഥാനങ്ങളും കിട്ടേണ്ടതായിരുന്നു അവർക്ക്. പക്ഷെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ഏറ്റവും അഭിശപ്തരായിരുന്നു. എല്ലാ നാടുകളിൽ നിന്നും അവർ വേണ്ടാത്ത ആളുകളെ പോലെ ആട്ടി ഓടിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. യൂറോപ്പിൽ പോലും അവർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കാലഘട്ടം വരേക്കും അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രമോ ഒരു ദേശമോ ഇല്ലാത്ത രീതിയിൽ അങ്ങേയറ്റം അവർ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് 10-40 വർഷങ്ങൾക്ക് മുമ്പാണ് അനീതിപരമായിട്ട് അക്രമപരമായിട്ട് കുറച്ച് ആളുകളെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച് ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാഷ്ട്രം അവർ രൂപീകരിച്ചെടുത്തത്. അത് തന്നെ ലോക പല രാഷ്ട്രങ്ങളുടെ അംഗീകാരം അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും സമാധാനത്തോടു കൂടി ഒന്ന് അന്തി ഉറങ്ങാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. കേവലം വൻശക്തികളുടെ ദാക്ഷിണ്യത്തിൽ മാത്രമാണ് രാഷ്ട്രം അവിടെ നിലനിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് അമേരിക്കയുടെ പോലും 51ാമത്തെ സ്റ്റേറ്റ് എന്ന പേരിലാണ് ഇസ്രായേൽ അറിയപ്പെടുന്നത്. ഈ പറയുന്ന വൻശക്തികൾ എന്താണോ ആ രാഷ്ട്രത്തിനുള്ള സഹായം പിൻവലിക്കുന്നത് അന്ന് ആ രാഷ്ട്രം ഈ ഭൂമുഖത്തും തുടച്ചു നീക്കം ചെയ്യപ്പെടും. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അത്രയ്ക്കും അഭിശപ്തരായിക്കൊണ്ട് ജീവിക്കാൻ അവർ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ കാരണം അവർ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ മുഖം തിരിച്ചു എന്നുള്ളത്. വേറൊന്നുമല്ല. ക്രിസ്ത്യാനികൾക്ക് കണ്ട അള്ളാഹുത്തല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം ലാലീൻ എന്നാണ് പറയുന്നത്, വഴികേടിലായവർ.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, കോപത്തിന് പാത്രമായവരുടെയും അതുപോലെ തന്നെ വഴികെട്ടവരുടെയും കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ വഴികെട്ടവർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. കോപത്തിന് പാത്രമായെന്ന് പറയുന്നത് ജൂതന്മാരെ കുറിച്ചാണ്. എന്താണ് അവരെ വഴികേട് എന്ന് പറഞ്ഞാൽ? കാരണം അവർക്ക് സത്യം അറിഞ്ഞുകൂടാ, അവരങ്ങനെ അവരുടേതായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഇവരങ്ങനെയല്ല, ഇവർ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മുഖം തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് അറിയാമായിരുന്നു, എല്ലാവിധ അടയാളങ്ങളും അവരുടെ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചുള്ള മറ്റേ ലക്ഷണങ്ങളും മറ്റൊക്കെ. എന്നിട്ടും അവർ സത്യനിഷേധികളായതിന്റെ പേരിലാണ് അവർക്ക് കോപത്തിന് പാത്രമായത്. എന്നിട്ട് അള്ളാഹു ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത് വലിൽ കാഫിരീന അദാബുൻ മുഹീൻ, ഈ സത്യനിഷേധികൾക്കാണ് നിന്ദ്യമായ ശിക്ഷയുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഐഹിക ലോകത്ത് മാത്രമല്ല, നാളെ പാരത്രിക ലോകത്തും അവർക്ക് അങ്ങേയറ്റം നിന്ദ്യമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത് എന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇതിനുശേഷം മറ്റു ചില വിഷയങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ളത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് വരുന്ന ദർസുകളിലായിട്ട് എടുക്കാം. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين